നേരത്തെ ഇവിടെ കടുവ ഇറങ്ങിയ സമയത്തടക്കം അജി ഇങ്ങനെ വനപാലകരെ സഹായിക്കുന്ന ആ ആൾ തന്നെയാണോ ഇത്? അതെ അതെ, അജി മാത്രമല്ല, ഞങ്ങളുടെ പ്രശ്നമാണല്ലോ, ഞങ്ങളെയാണ് നാട്ടുകാർ, ഞങ്ങളുടെ ഓരോ മൃഗങ്ങളെയാണെന്ന് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടിയാണ് റോഡ് സൈഡിൽ ഫുള്ള് ഇവിടുന്ന് അങ്ങോളം. അതായത് കടുവ ഇറങ്ങിയപ്പോൾ എന്താ ഉണ്ടായി? അജിയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ നാട്ടുകാർ റോഡ് സൈഡിൽ തീയിട്ടിട്ടാണ് ഈ കടുവേനെ ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അന്നാണെങ്കിൽ പോലും ഈ ഫോറസ്റ്റുകാർ വല്ലപ്പോഴും ഈ പട്രോളിംഗ് ഒക്കെ പറഞ്ഞ് വരിക എന്നല്ലാണ്ട് 10 വണ്ടി 15 വണ്ടി പട്രോളിംഗ് അനുവദിച്ചു എന്നൊക്കെ അന്ന് പറയുന്നുണ്ടായിരുന്നു. 1-2 വണ്ടി വല്ലപ്പോഴും കാണുമായിരുന്നു. ന്യൂസിലൊക്കെ 10-15 വണ്ടി അങ്ങനെയായിരുന്നു ഇതുണ്ടായിരുന്നത്. മനുഷ്യന്മാർക്കിട്ടൊന്നും ഇത് ഉപദ്രവം ഉണ്ടാവാത്തത് ഞങ്ങളുടെ ഭാഗ്യം. അപ്പം അത്രയും വനം വകുപ്പിനെ അടക്കം സഹായിക്കുന്ന ഒരാൾക്കാണ് ഈ ഒരു ഗതികേട് വന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. അങ്ങനെ എല്ലാ കാര്യത്തിലും നാട്ടിലാണെങ്കിലും പുള്ളീനെ പറ്റി മോശം പറയുന്ന ആരുമില്ല, എല്ലാവർക്കും വേണ്ടപ്പെട്ടാണ്. ഈ പറയുന്ന ഇവിടുന്ന് ഇപ്പോൾ ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിൽ ഈ പുള്ളീനെ അറിയാത്ത ആരുമില്ല. അത്രയും നല്ല മനുഷ്യനാണ്. പള്ളിയിൽ പെരുന്നാളായിരുന്നു, 3 ദിവസം മുമ്പ് പള്ളിയിൽ പെരുന്നാളായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ പള്ളിയിലെ കൈക്കാരനാണ്, എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നൊരു മനുഷ്യനാണ്. അതാണ് എല്ലാവർക്കും അത്രയും സങ്കടം. ഇപ്പം ചെറിയ കുഞ്ഞുങ്ങളാണ് അജിക്കുള്ളത്. എന്താണ് ഇപ്പം ഒരു നാട്ടുകാർ എന്ന നിലയ്ക്കൊക്കെ എന്താണ് നിങ്ങൾക്കൊരു ആവശ്യം? ഒരു ആവശ്യവും പകരമാവില്ല എന്ന് നന്നായി അറിയാം, പക്ഷേ തൽക്കാലത്തേക്കെങ്കിലും ഒരു ആവശ്യം മുന്നോട്ട് വെക്കാനുള്ളത് എന്താണ്? അതായത് ഞങ്ങൾ മാനന്തവാടിയിലാണെങ്കിൽ പോലും ഞങ്ങൾ പ്രതിഷേധത്തിനാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ഇതാണ്. അജിയുടെ കുടുംബത്തിന് 50 ലക്ഷം രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ കൊടുക്കുന്ന രീതിയിൽ 50 ലക്ഷം രൂപേൻ്റെ ധനസഹായവും പ്ലസ് വൈഫിനോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഗവൺമെൻറ് ജോലി പെർമനൻ്റ് ആയിട്ട്, ടെമ്പററി ആയിട്ടല്ല പെർമനൻ്റ് ആയിട്ട് ഗവൺമെൻറ് ജോലിയും ഒപ്പം പിള്ളേരുടെ വിദ്യാഭ്യാസം, നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം എന്തായാലും അവർക്ക് കൊടുക്കണം. സാധാരണ കൃഷിക്കാരനാണ്. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇനിയിപ്പം കുടുംബത്തിൻ്റെ താങ്ങും തണലുമായിരുന്നു പുള്ളി പോയി. അപ്പം അതിന് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും പിള്ളേരുടെ വിദ്യാഭ്യാസവും പിന്നെ വൈഫിന് ജോലിയും പിന്നെ ഇതേപോലൊരു സാമ്പത്തിക സഹായം, പിന്നെ പുള്ളിക്ക് എന്തോ കടങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതിനകത്തൊക്കെ എന്തെങ്കിലും ഒരു വിവരങ്ങൾ അറിയോ? കടങ്ങളെപ്പറ്റി വിവരങ്ങളൊന്നും അറിയത്തില്ല. കൃഷിക്കാരനാണ് സ്വാഭാവികമായിട്ടും, വയനാട്ടിലെ ഒരു സാധാരണ കൃഷിക്കാരനാണ്. കട ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ അതിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്തു തരണമെന്നാണ് ഞങ്ങൾ നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾക്ക് ഇതാക്കാനുള്ളത്. ഇനിയിപ്പോൾ അവിടെയുള്ള പ്രതിഷേധത്തിന് ശേഷമായിരിക്കുമോ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ അങ്ങനെയൊക്കെ ചെയ്യണമല്ലോ, അതിനെക്കുറിച്ച് അറിയോ? അതിനെപ്പറ്റി അറിവില്ല. എന്നാൽ പോലും വിചാരിക്കുന്നത് ഈ പറഞ്ഞ ഞങ്ങൾ 5 ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ആ ആവശ്യങ്ങളെല്ലാം പിന്നെ ചെയ്തു തരാം എന്നൊരു ഉറപ്പ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മന്ത്രിയുടെ ഭാഗത്തുനിന്നൊക്കെ വരികയാണെങ്കിൽ എന്താ വെച്ചാൽ ചെയ്യാം. മന്ത്രി അടക്കം ഈ പറഞ്ഞ കോഴിക്കോട് മന്ത്രി ഇപ്പോൾ ഇപ്പോഴുണ്ടെന്നാണ് കേൾക്കുന്നത്, പിന്നെ വനം വകുപ്പ് മന്ത്രി. എന്നിട്ട് പോലും പുള്ളി ഒന്ന് തിരിഞ്ഞു വെക്കാനോ ഒന്നിനും ഇതുവരെ ചെയ്തിട്ടില്ല. ഇവിടത്തോളം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 മണിക്കൂർ നേരത്തെ ഇതേ ഉള്ളൂ. പക്ഷേ ഇത്രയും വലിയ പ്രതിഷേധമായിട്ട് മാനന്തവാടി അടക്കം ഒരു ജില്ല മൊത്തം അല്ലെങ്കിൽ കേരളം മൊത്തം കരയുമ്പോഴും വന്നൊന്ന് ഇതാക്കാനോ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഒന്നും ചെയ്യാനോ ഇവരെ കൊണ്ടൊന്നും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഭയങ്കര പ്രതിഷേധാർഹമാണ്. അജി സാധാരണ ഈ പറഞ്ഞതുപോലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, സാമൂഹിക പ്രവർത്തനങ്ങൾ ഇതിലൊക്കെ സജീവമായിരുന്നു. തീർച്ചയായും സജീവമാണ്. കോൺഗ്രസിൻ്റെയൊക്കെ ആണെങ്കിലും പ്രവർത്തനങ്ങളിലും കാര്യങ്ങളിലൊക്കെ ഉണ്ട്. എന്ത് ആവശ്യത്തിന് വിളിച്ചാലും കല്യാണം അത് എന്നൊക്കെ പറഞ്ഞാൽ നാട്ടിൽ, അതായത് നമ്മുടെ അയലോക്കത്തുള്ള കല്യാണം എന്നല്ല, ഇപ്പം എൻ്റെ വീട് ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ മാറിയിട്ടാണ്. ഞങ്ങൾ ഓരോ ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി ഓടി വരും, എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരും. പള്ളിയിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ വരും. അങ്ങനെ നാട്ടുകാർക്കൊക്കെ സുപരിചിതനായ ഒരു മുഖമാണ് എന്നും നമ്മൾ കാണുന്നത്. അതായത് ഒരു ദിവസം ഇത് എന്നുള്ളതല്ല, എല്ലാ ദിവസവും നമ്മൾ സ്ഥിരമായിട്ട് രാവിലെ കാണുന്നൊരു മുഖമാണ് അജയ്. ഇന്നിപ്പോൾ സംഭവിച്ചത് എങ്ങനെയാണ് പുള്ളി ആ വീട്ടിലേക്ക് എത്തുന്നത്? അതിനെക്കുറിച്ച് അറിയോ? എന്താ സംഭവിച്ചത്? സ്വാഭാവികമായിട്ടും ആന ഇറങ്ങി, ഞങ്ങളുടെ ഇവിടെ ഒരു ഇതാണ്, ആന ഇറങ്ങി കഴിയുമ്പോൾ ആന പോകുമ്പോൾ നമ്മൾ ആൾക്കാർ ആനയെ ഓടിച്ചു വിടും. കാരണം ഞങ്ങൾക്ക് വേറെ ഇതിൽ ഈ ഫോറസ്റ്റുകാർ പടക്കം പൊട്ടിച്ചുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ പോകുമ്പോൾ ഞങ്ങൾ ആൾക്കാർ ഇതിനെ ഓടിക്കാൻ, അതായത് ഫോറസ്റ്റിലേക്ക് തിരിച്ച് ഓടിക്കാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായിരിക്കണം. പക്ഷേ ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത് പുള്ളി ഇന്ന് അതിനുവേണ്ടി പോയതല്ല, പറമ്പിലേക്ക് അങ്ങാണ്ട് പണിക്കാരെ കൂട്ടാൻ പോയ വഴിക്ക് അങ്ങനെയാണ് പെട്ടെന്ന് കണ്ടപ്പോൾ വണ്ടി നിർത്തിയതിൻ്റെ ഭാഗമായിട്ട് എങ്ങാണ്ടും ആന ടാർഗറ്റ് ചെയ്ത് ഓടിച്ച പോലെ. അത്രയും നിങ്ങളവിടെ കണ്ടിട്ടുണ്ടാവണം ആ സ്ഥലം. ഒരു 8-10 സ്റ്റെപ്പോളം ഉണ്ട്, ഒരു 6-7 അടി പൊക്കമുണ്ട്. അത് ഓടിച്ച് വന്ന് ആ ഗേറ്റും തകർത്ത് പുള്ളിയെ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ച പോലെയാണ് ഉണ്ടായിട്ടുള്ളത്.